എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരാളാണ് ചെകുത്താൻ, അജു അലക്സ്. അദ്ദേഹത്തിൻ്റെ കുറേ പരാമർശങ്ങൾ പണ്ടും ഭയങ്കര വിവാദമായിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും കേസ് എടുക്കുന്നത് കണ്ടിട്ടില്ല. കേസ് എടുക്കുന്നത് ഒരു വാർത്തയായിട്ട് വരുന്നതൊന്നും കണ്ടില്ല. ഇപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ആ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാലിനെതിരെ, ലാലേട്ടനെതിരെ അപകീർത്തിപരമായിട്ടുള്ള പരാമർശം നടത്തിയ ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലിനെതിരെ, അല്ലെങ്കിൽ അജു അലക്സിനെതിരെ തിരുവല്ല പോലീസ് കേസ് എടുത്തിരിക്കുന്നു. കേസ് എടുക്കാൻ കാരണം, ഈ കേസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സിദ്ദിഖാണ്, നടൻ സിദ്ദിഖാണ്. അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ. അദ്ദേഹമാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഭാരതീയ ന്യായ സംഹിത 192, 296B, കേരള പോലീസ് ആക്ട് 2011, 120(0) വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഇത്രയും നാളായിട്ട് എന്താണ് കേസ് എടുക്കാത്തത് എന്നുള്ളൊരു സംശയം മാത്രമാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടായിരിക്കും ഇയാൾക്കെതിരെ കേസ് ഇതുവരെ എടുക്കാണ്ടിരുന്നത്. ഇതുപോലെ ആളുകളെ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ പല പരാമർശങ്ങളും നടത്തിയിട്ടുള്ള സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് അറിയില്ല. ഇങ്ങനെ അതായത് അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ശരിയും കൂടിയാണ് കേട്ടോ. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ വ്യൂ, ഈ അജു അലക്സ് എന്ന് പറഞ്ഞ ചെകുത്താൻ്റെ വ്യൂ എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ശരിയായിട്ടുള്ളതെന്ന് പറയാൻ കാരണം, പല വിമർശനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മതവിമർശനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷം, സമൂഹത്തിൽ വിദ്വേഷം പകർത്തുന്ന ആളുകളെ വളരെ മോശമായ രീതിയിൽ തന്നെ അധിക്ഷേപിച്ചിട്ടുണ്ട്. വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടത്തുന്ന ആളുകളെയൊക്കെ വളരെ മോശമായ രീതിയിൽ ഈ അജു അലക്സ് അല്ലെങ്കിൽ ചെകുത്താൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അദ്ദേഹത്തിനോടൊരു താല്പര്യം തോന്നും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ കിട്ടേണ്ട ആൾക്കാർ, അതായത് അദ്ദേഹത്തിൻ്റെ വായിലിരിക്കുന്ന മോശമായിട്ടുള്ള വാക്കുകൾ കിട്ടേണ്ട ആൾക്കാർക്ക് അത് അർഹതപ്പെട്ടാന്ന് തോന്നിപ്പോകും. പക്ഷെ ലാലേട്ടൻ്റെ കാര്യം വരുമ്പോൾ, ലാലേട്ടൻ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ്, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇത്രയും മോശമായിട്ട് അധിക്ഷേപിക്കുന്നത്, അത് എന്ത് വിഷയമുണ്ടായാലും, കേരളത്തിൽ എന്ത് വിഷയമുണ്ടായാലും മോഹൻലാൽ എന്ന് പറഞ്ഞൊരു പേര്, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോ അല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല. ഇതേവരെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്ത് കാര്യം എടുത്താലും, എന്ത് വിഷയം എടുത്താലും, ഇപ്പോൾ മമ്മൂക്കയെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അതിലും ലാലേട്ടൻ വരും. എന്തൊരു വീഡിയോ എടുത്താലും അതിൽ ലാലേട്ടന് കുറ്റം പറയാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. അത് അത്രമാത്രം കളിയാക്കാൻ എന്ത് തെറ്റാണ് ലാലേട്ടൻ ചെയ്തതെന്ന്, അല്ലെങ്കിൽ മോഹൻലാൽ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ അധിക്ഷേപിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിലിറ്ററി വേഷത്തിൽ ലാലേട്ടൻ നമ്മുടെ വയനാട്, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട്. അവർക്കൊരു ആശ്വാസം വേണ്ടി മിലിറ്ററി വേഷത്തിൽ തന്നെ, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനും കൂടിയാണല്ലോ, ലഫ്റ്റനന്റ് കേണലും കൂടിയാണല്ലോ, അദ്ദേഹം മിലിറ്ററി വേഷത്തിൽ അങ്ങോട്ട് പോകുന്നു. അതിനെയാണ് ഇത്രയും മോശമായ രീതിയിൽ ഈ അജു അലക്സ് എന്ന് പറയുന്ന ചെകുത്താൻ കളിയാക്കിയത്. അങ്ങനെ കളിയാക്കേണ്ട ഒരാളല്ല നമ്മുടെ ലാലേട്ടൻ. മാത്രമല്ല, അവിടെ ചെന്നിട്ട് ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ വഴി, അല്ലെങ്കിൽ ട്രസ്റ്റ് വഴി 3 കോടി, വിശ്വശാന്തി ട്രസ്റ്റ് വഴി 3 കോടി രൂപ അവർക്ക് നൽകി, വയനാട്ടിൽ ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക്. അതുമാത്രമല്ല, 25 ലക്ഷം രൂപ അത് നേരിട്ടും നൽകാൻ, ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നേരിട്ടും നൽകാൻ വാർത്തകളിലൊക്കെ വന്നിരുന്നതാണത്. ആ ഒരു കാര്യത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ലാലേട്ടനെ എന്തിൻ്റെ പേരിലായാലും ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം ചെയ്താണ് ശരി. അദ്ദേഹത്തിനെ പോലെ ഒരാൾ വയനാട്ടിൽ വരുമ്പോൾ അവിടെയുള്ള ആർമിയിലുള്ള ആളുകൾക്കും അവിടെയുള്ള എല്ലാവർക്കും അതൊരു ആവേശമായിരിക്കും. അവർക്ക് കൂടുതൽ സഹായിക്കാൻ വേണ്ടി, ആളുകളെ രക്ഷിക്കാനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തന നേതൃത്വമൊക്കെ നൽകാൻ വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യമേ ഉണ്ടാകുള്ളൂ. അതിലൊരു സംശയവുമില്ല. എന്തായാലും അജു അലക്സിനെ എന്താണ് ഇത്രയും നാൾ പിടിക്കാതിരുന്നത്, അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസ് എടുക്കാതിരുന്നേ എന്നുള്ള ഒരു കാര്യം മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. അതിനിപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ട്, ആളുകളുടെ അടുത്ത് ഇത്രയും സംസാരിച്ചിട്ട്, ഇങ്ങനെ വളരെ തെറികളൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. ഫേസ്ബുക്കിലാണ് അദ്ദേഹത്തിന് കൂടുതൽ റീച്ച് ഉള്ളത്, യൂട്യൂബിനൊക്കെ കൂടുതൽ. അങ്ങനെ ഫേസ്ബുക്കിൽ ഇത്ര അധികമൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ്, ആദ്യം വിചാരിച്ചിരുന്നത് അദ്ദേഹം പുറത്ത് ജോലി ചെയ്യുന്ന ഒരാളായ കാരണം ആണ്, അതായത് ദുബായിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലായതുകൊണ്ടായിരിക്കാം ഇവിടെ കേസ് എടുക്കാത്തത് എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ
ഇപ്പോൾ എന്താ ഇപ്പോൾ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാവും ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ടാവും, എന്താണെന്നറിയില്ല. എന്തായാലും നല്ല കാര്യം.